ഓപ്പൺ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു കാണും നിങ്ങൾക്ക്. ആ റിന്യൂ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും നിങ്ങൾക്ക് ഹായ് ഗൈസ്, വൺസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് എല്ലാ കാര്യത്തിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് എപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അല്ലേ. ഈ വീഡിയോ അവസാനം വരെ കണ്ടോ, വെറുതെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്നാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഡേറ്റ് മുതൽ കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇതൊരു ഒഫീഷ്യൽ ഡേറ്റ് അല്ല. കാരണം ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് പിന്നെ പരിപാടികളൊക്കെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, അഡ്മിഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി ക്ലാസ് ആരംഭിക്കും. അതായത് ഇന്ന് 18-ാം തീയതി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങളുടെ +1 ക്ലാസ് ഒഫീഷ്യലി ആരംഭിച്ചിട്ടുണ്ട്. പല ആളുകളും, മെജോറിറ്റി ആളുകൾ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഈവൻ ഫുൾ A+ കിട്ടിയിട്ട് പോലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ കിട്ടാത്ത ആളുകളുണ്ട്. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ എത്ര ശതമാനം മാർക്കാണ് വേണ്ടത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്? ശരിക്കും ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ പെർസെൻറ്റേജിലല്ല കാര്യം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 90% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആ സ്കൂളിലെ വേക്കൻസി 5 വേക്കൻസിയാണ്. ആ സ്കൂളിൽ അപേക്ഷിച്ച ആൾക്കാരൊക്കെ 92-93% മാർക്കുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ഥിതി. എത്ര സ്കൂളിലാണ്, അപ്പൊ നിങ്ങളുടെ റാങ്ക് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതൊക്കെ എങ്ങനെ നോക്കാന്നുള്ള കാര്യം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ആദ്യം നിങ്ങൾ നമ്മുടെ അലോട്ട്മെന്റിന്റെ ഡേറ്റിന്റെ ഒരു ലിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഹിന്റ്. ആ ഹിന്റ് വെച്ചിട്ട് എന്നാണ് ഡേറ്റ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് സ്പോർട്സ് കോട്ടന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സർക്കുലർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്പോർട്സ് കോട്ട 26/6/2025 26/6/2025 എന്ത് സംഭവിക്കും? സ്പോർട്സ് കോട്ട പ്രവേശനം പൂർത്തീകരിച്ച ശേഷം, അതായത് സ്പോർട്സ് കോട്ട അഡ്മിഷൻ സപ്ലിമെന്ററി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസാന ഡേറ്റ് 26-ാം തീയതി. അതിനുശേഷവും സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അത് എന്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കും? നിങ്ങളുടെ ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ പൊതു മെറിറ്റ് സീറ്റായി പരിവർത്തനം ചെയ്ത് 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവിനോടൊപ്പം പ്രസിദ്ധീകരിക്കുന്ന. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അത് പരിഗണിക്കും. അപ്പൊ എന്തായാലും 26-ാം തീയതി വരെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഡേറ്റ് വരാൻ ഒരു നിർവാഹവുമില്ല, സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നതാണ്. എൻ്റെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന് കഴിഞ്ഞ വർഷത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി വളരെയധികം കണക്ഷൻസ് ഉണ്ട്. വെറുതെ നിഹാൽ സാർ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഓക്കെ, അപ്പൊ ഇത് മിക്കവാറും അപ്പോൾ 27-ാം തീയതി ശേഷമായിരിക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഒരു ഡേറ്റ് വരിക. അതെന്താ നിഹാൽ സാർ ഇത്രയും വൈകുന്നത്? അത്ര വൈകാൻ ചാൻസ് അതിന് മുന്നേ വരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ് നടന്നത്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടന്നത് ജൂലൈ 2 മുതൽ ജൂലൈ 4 വരെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള നിങ്ങളുടെ സമയം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 27 ഒരിക്കലും എന്തല്ല, ലാഗല്ല. അപ്പൊ ആ സമയം ആവുന്നുള്ളൂ അല്ലെ. അപ്പൊ മിക്കവാറും 27-ാം തീയതി വരികയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ 27, 28 ഒക്കെ കഴിഞ്ഞ് പണ്ടത്തെ പോലെ തന്നെ കഴിഞ്ഞ വർഷം പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴായിരിക്കും ജൂൺ 2 മുതൽ ജൂൺ 4 വരെയൊക്കെ ആയിരിക്കാം എന്ത് നിങ്ങളുടെ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കാൻ വേണ്ടി പോകുന്ന തീയതി. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ജൂലൈയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ജൂൺ 27 അല്ലെങ്കിൽ 28 ഓർ 29-ന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ നിലവിൽ വിശ്വസിക്കുന്നത്. ആ രീതിയിലൊക്കെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇനി 2 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ, ഏത് ഡേറ്റും വന്നോട്ടെ, ഇത് എങ്ങനെ ചെയ്യാം? 2 വിഭാഗം ആളുകളാണ് ഇപ്പോൾ സപ്ലിമെന്റ് അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന ആൾക്കാർ. അത് ഒന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു അലോട്ട്മെന്റ് അല്ലെ, നോ അലോട്ട്മെന്റ്. അതായത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾ പങ്കെടുത്തു, പക്ഷെ 1-ാം അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയില്ല, 2-ാം അലോട്ട്മെന്റിൽ കിട്ടിയില്ല, 3-ാം അലോട്ട്മെന്റിലും നിങ്ങൾക്ക് ഒരു സീറ്റും എവിടെയും കിട്ടിയില്ല. ഇതാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ എന്താണ്? നോ, പിന്നെന്താ അപ്ലൈഡ്. അതായത് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തിട്ടേ ഇല്ലാത്ത കുട്ടികൾ. ആ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തില്ലാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാരണം കൊണ്ട് ആ സമയത്ത് അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിലെ തെറ്റ് കാരണം അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായ ആളുകൾ. ഓക്കെ, അപ്പൊ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത ആൾക്കാരെ ഇതിൽ കിട്ടുള്ളൂ. ചിലപ്പം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, എനിക്ക് അവിടെ ഇഷ്ടമില്ലാത്ത ഞാൻ പോയില്ല എന്നും പറഞ്ഞാൽ എന്തെങ്കിലും ഇതിൽ പരിഗണിക്കില്ല. ഒരു അലോട്ട്മെന്റും കിട്ടാത്ത കുട്ടികൾക്കാണ് സപ്ലിമെന്റ് അലോട്ട്മെന്റ് ആണ് പറയുന്നത്. സർക്കുലർ വന്നിട്ടില്ല, സർക്കുലർ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേറെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അലോട്ട്മെന്റിലും കിട്ടാത്ത കുട്ടികൾ, അതായത് ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഇനി ഒരു പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. HSCAന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ കുറെ ഒന്നാമത് എന്താ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്കൂൾ വൈസ് വേക്കൻസിയാ. സ്കൂൾ വൈസ് വേക്കൻസീസ്.
രണ്ടാമത് കാണാം, ക്രിയേറ്റ് എ കാൻഡിഡേറ്റ് ലോഗിൻ. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ. ഈ ആരാണ് ഈ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യേണ്ടത്? ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്ലിക്കേഷൻ ഇതുവരെ എവിടെയും അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അലോട്ട്മെന്റ് പുറത്തായ ആൾക്കാർ, അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവരെന്ത് ചെയ്യുക? കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡാറ്റയും നിങ്ങളുടെ പേരും നമ്പറും ഒക്കെ കൃത്യമായി കൊടുക്കുക. ഇതിന് മുന്നേ ഒക്കെ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടാമത് എന്താണ് പിന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാം. കാൻഡിഡേറ്റ് ലോഗിൻ ഇതാർക്കാ? ഇത് ഇത്രയും കാലം, അതായത് ഒന്നാമത്തെ അലോട്ട്മെന്റ്, രണ്ടാമത്തെ അലോട്ട്മെന്റ്, മൂന്നാമത്തെ അലോട്ട്മെന്റ് ഒക്കെ ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത കുട്ടികളുണ്ടല്ലോ, നിങ്ങളെ പോലെയുള്ള ആളുകൾ, അവർക്ക് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു കാണും നിങ്ങൾക്ക്. ആ റിന്യൂ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളും സബ്ജക്റ്റുകളും കൊടുക്കാം. ഇനി അടുത്തല്ലേ, എങ്ങനെയാണ് ഈ സ്കൂളിലെ വേക്കൻസീസ് അറിയാൻ സാധിക്കുക? സ്കൂളിലെ വേക്കൻസീസ് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഇവിടെ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ആദ്യം സ്കൂൾ വേക്കൻസീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ, കാരണം കുറേ സ്കൂളിലെ ഡാറ്റകൾ കുറച്ച് ലോഡ് ചെയ്യാൻ കുറച്ച് ചിലപ്പോൾ സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമയോടെ കാത്തിരിക്കുക. സൈറ്റ് ഹാങ് ആണ്, കിട്ടില്ല എന്ന് പറയണ്ട. 1, 2, 3 തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അല്പം സമയം എടുക്കുന്ന പരിപാടിയാണ്. റെഡി? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ കോഴിക്കോടാണ് കൊടുത്ത്. കോഴിക്കോട് സ്കൂളിലെ ഇത് കഴിഞ്ഞ വർഷത്താണ്, ഈ വർഷത്തല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്. ഇങ്ങനെയാണ് ഈ സിസ്റ്റം. അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴേ നോക്കി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഒരുപാട് ഇവിടെ കോഴിക്കോട് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒഴിവുകളുടെ ലിസ്റ്റ് അപ്പൊ കാണിക്കുന്നത് അല്ലേ. ഇവിടെ ഏതൊക്കെയാണുള്ളത്? പിന്നെ ഫിസിക്സിനാണ് അല്ലെ നോക്കിയത്. അത് ഇവിടെ കൃത്യമായി ഓരോ കാറ്റഗറിയും പറയുന്നുണ്ട് കേട്ടോ. ആർക്കൊക്കെ ഒഴിവുള്ളത്? ജനറൽ കാറ്റഗറിയിൽ 7 സീറ്റ് അവിടെ ഒഴിവുണ്ടെന്ന് കാണിക്കുന്ന വേക്കൻസി. അതിൽ ഈഴവ തീയ വിഭാഗങ്ങൾക്ക് 1 സീറ്റ് ഉണ്ട്, മുസ്ലിങ്ങൾക്ക് 1 സീറ്റ് ഉണ്ട്, SC-കാർക്ക് 2 സീറ്റ് ഒഴിവുണ്ട്, ST-കാർക്ക് 1 സീറ്റ് ഉണ്ട്, എക്കണോമിക്കൽ വീക്കസ് EWS ഉള്ള ആളുകൾക്ക് 1 സീറ്റ് ഉണ്ട്. ജനറൽ കാറ്റഗറി ഏതാ? ഇത് ഹിസ്റ്ററി, പിന്നെ ഹ്യൂമാനിറ്റീസ് ആട്ടോ. ഹ്യൂമാനിറ്റീസിൽ ജനറൽ കാറ്റഗറിയിൽ 5 സീറ്റ് ഒഴിവുണ്ട്. തീയ ആ വിഭാഗത്തിന് 1, മുസ്ലിങ്ങൾ 1, പിന്നെന്താണ് ആംഗ്ലോ ഇന്ത്യൻസിന് 1, പിന്നെ OBC ഹിന്ദു OBC-കാർക്ക് 1. അങ്ങനെ കൃത്യമായി ഓരോ കാസ്റ്റ് എന്താണ് പിന്നെ ഈ പറഞ്ഞ റിസർവേഷൻ അടക്കമുള്ള ആളുകളുടെ സീറ്റ് ഒഴിവുകൾ കൃത്യമായി ഇവിടെ കാണിക്കും, ഈ വിൻഡോയിൽ കാണിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ചുമ്മാ ആദ്യമേ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകരുത്. ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾ കൊടുക്കണമെന്ന് കൃത്യമായി ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ്. തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു തരുന്നത്. കാരണം കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റ് കാരണം പലർക്കും എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അഡ്മിഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തെറ്റ് സംഭവിക്കാതിരിക്കാനാണ് ഇത് തുടക്കത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ സ്കൂളുകൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. സ്കൂളുകൾ നോട്ട് ചെയ്തിട്ട് ഇതുപോലെ പിന്നെ പുതുതായി ജോയിൻ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക? കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് റിന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ സ്കൂൾ നമ്പർ 1 by 1 ആയിട്ട് കൊടുക്കുക. ആ സ്കൂൾ കൊടുക്കുന്നതിന് മുന്നേ ആ സ്കൂളിൽ അവസാനം എടുത്ത റാങ്ക് അത് നിങ്ങളെ ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും. നിങ്ങൾ ഓൾറെഡി പഴയ അലോട്ട്മെന്റ് കൊടുത്തില്ലേ, അതിൽ കൊടുത്താൽ നിങ്ങളുടെ റാങ്കും അവസാനം കൊടുത്ത റാങ്കും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏത് നോക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി നോക്കണമെങ്കിൽ, പിന്നെ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന് ഇവിടെ കാണാം. ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ നോക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഇവിടെ സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് എന്ന് കാണാം. സ്കൂൾ വൈസ് അഡ്മിറ്റഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്കൂളിന്റെ കോഡ് അടിച്ചു കൊടുത്താൽ ആ സ്കൂളിൽ എത്ര കുട്ടികൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ആ അവസാനം കിട്ടിയ കുട്ടിയുടെ റാങ്ക് എന്തൊക്കെയാണ്, എല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ സുതാര്യ, എല്ലാം അയറിലിക്കണ കാര്യം, ഒന്നും എവിടെയും ആരും ഒളിപ്പിച്ച് വെക്കൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് നോക്കാം എന്റെ റാങ്ക് ഈ സ്കൂളിൽ കിട്ടാൻ എനിക്ക് ചാൻസ് ഉണ്ടോ, കാരണം ഇവിടെ അവസാനം ഇത്ര റാങ്ക്, അങ്ങനെ കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിനാണ് സ്കൂൾ വൈസ് അഡ്മിഷൻ ലിസ്റ്റ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ ആരും ക്ലിയർ ആണല്ലോ? ഞാൻ വളരെ വ്യക്തമായി വളരെ സ്പഷ്ടമായി കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെൽപ്ഫുൾ ആവാന്ന് ഈ വീഡിയോക്ക് ചെറിയൊരു ലൈക്ക് തരണേ. എന്താ പറയുക, യൂട്യൂബിന്റെ ഭാഗം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ഒന്നും ഞാൻ ഓർമ്മിക്കുകയാണ്. റെഡി? അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് കൊടുക്കേണ്ടത്. സംഭവം ക്ലിയർ ആണോ? ഇങ്ങനെയാണ് അലോട്ട്മെന്റിന്റെ പ്രോസസ്. ഓക്കെ, ഇനി വരാനിക്ക് ഡേറ്റ് എന്നാന്നുള്ളത് എന്നോ വന്നോട്ടെ. എന്തായാലും ജൂലൈ 2 മുതൽ 4 വരെ കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം മിക്കവാറും ഈ ഒരു 27-28 വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് പോകുന്ന ആളുകൾ ഇതൊക്കെ ഇപ്പോഴും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എന്തൊക്കെ ഈ കാണുന്ന സ്കൂൾ വൈസ് അഡ്മിറ്റ് ലിസ്റ്റ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ സാധ്യതകളും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഒക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്ത് വെക്കാം. അവസാനം നമുക്ക് എന്ത് ചെയ്യാം, സ്കൂൾ വൈസ് വാക്കൻസീസ് വരുമ്പോൾ അതും കൂടി നോക്കി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെക്കാം. റെഡി? അവസാനം 2 ദിവസം സമയം വേഗം ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞ് തട്ടിക്കൂട്ടി തെറ്റുകൾ സംഭവിക്കാൻ
പാടില്ല. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ കമന്റുകളായി താഴെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിഹാൽ സാറിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിഹാൽ.സാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നമ്മുടെ എജുപോണിന്റെ ചാനലിലും ഡീറ്റെയിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും, നിങ്ങളുടെ കൺസിഡർ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുന്നത്, അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പല വീഡിയോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ ആൾക്കാരാണെങ്കിൽ കിട്ടാതെ ഒരേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ, അവർക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ കൺഫ്യൂഷൻ മാറട്ടെ. അറിയാത്ത കാര്യം കൊണ്ട് തെറ്റ് സംഭവിക്കാൻ പാടില്ല, അലോട്ട്മെന്റ് നമ്മൾ പുറത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.